മൊണാലിസയോടും ഫർമാനോടും കേരളത്തിലായത് നിങ്ങളുടെ ഭാഗ്യമെന്ന് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത്. ഞങ്ങൾ അതുകൊണ്ടാണ് ജീവനോടെ ഉള്ളതെന്ന് തിരിച്ച് മൊണാലിസ. 18 25 വയസ്സായ യുവതീ യുവാക്കളെ വേട്ടയാടുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു സംസ്ഥാന ഗവൺമെന്റ് അവരെ വേട്ടയാടുക എന്നുള്ളതാണ്. മൊണാലിസയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഫേക്ക് ചെയ്തു. ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന 4ഓളം വേറെ പ്രോപ്പറായിട്ടുള്ള ലീഗലായിട്ടുള്ള IDs അവർ അസ്ഥിരപ്പെടുത്തി. എന്തൊക്കെ കള്ളത്തരമാണ് ഒരു ഹിന്ദു മുസ്ലിം കല്യാണത്തിന് വേണ്ടി ഒരു ഗവൺമെന്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. കേരളത്തിലെ ചില ആൾക്കാരെങ്കിലും ഇതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. മൊണാലിസയ്ക്ക് 18 വയസ്സുണ്ട് പ്രായം. മൊണാലിസയുടെ സഹോദരന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തിയാണ്, അത് മൊണാലിസയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണ് അവിടുത്തെ ചില തീവ്ര ഫണ്ടമെന്റലിസ്റ്റുകളും മറ്റും ചെയ്തത്, അല്ലെങ്കിൽ മതമൗലികവാദികൾ ചെയ്തത്. എന്താണ് ആ വാർത്ത നോക്കാം. NDTV അടക്കം ദേശീയ മാധ്യമങ്ങളിലെല്ലാം വലിയ പ്രാധാന്യത്തോടെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ലക്കി യു ആർ ഇൻ കേരള, ഹൈക്കോർട്ട് ടു കുംഭമേള ഫെയിം, മൊണാലിസ ആൻഡ് ഹസ്ബൻഡ് ഓവർ ത്രെറ്റ്. അടുത്തൊരു മാസത്തേക്ക് ഫർമാനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് വിധിയും പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള ഹൈക്കോടതി അതിൻ്റെ ഈ കൗസർ എടപ്പത്താണ് ഇതിൻ്റെ ഓർഡർ വെച്ചിരിക്കുന്നത്. കൗസർ എടപ്പത്ത് പറയുന്നത്, ലക്കി ദാറ്റ് യു ആർ ഇൻ കേരള, ദ ജഡ്ജ് റിമാർക്ഡ്, prompting the counsel for couple to respond, this is the only reason we are alive now. യഥാർത്ഥത്തിൽ മൊണാലിസയുടെ ജീവനും ജീവിതത്തിനും ഒക്കെ സുരക്ഷ നൽകേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ മണ്ണിൽ അഭയം തേടിയവരാണ്. അവർക്ക് പരസ്പരം പ്രണയമുണ്ടായി, ഇഷ്ടമുണ്ടായി. ആ പ്രണയത്തെ തകർക്കാൻ കള്ളത്തരങ്ങളുടെ മേൽ കള്ളത്തരങ്ങൾ വാരി ചുരിഞ്ഞുകൊണ്ട് ഒരു ഗവൺമെൻറ് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുകയാണ് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കണം. അതായത് യഥാർത്ഥത്തിൽ ഇവരുടെ കല്യാണത്തെ എങ്ങനെയെങ്കിലും പൊളിക്കാനും മൊണാലിസയ്ക്ക് 18 വയസ്സായില്ലെന്ന് തെളിയിക്കാനും മൊണാലിസയുടെ കയ്യിൽ ആധാർ കാർഡുണ്ട്, അവിടുത്തെ ഇലക്ഷൻ ക്രെഡൻഷ്യൽസ് ഉണ്ട്, പാൻ കാർഡുണ്ട്. ഇതെല്ലാം ഏത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തതാണ്? മധ്യപ്രദേശ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തതാണ്. അങ്ങനെ ഇഷ്യൂ ചെയ്ത അല്ലെന്ന് തെളിയിക്കാനും അല്ലെങ്കിൽ അല്ലെന്ന് തെറ്റായി തെളിയിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് വളരെ വേദനാജനകമാണ്. മലയാളത്തിലെ വാർത്തകളും കൂടെ വായിക്കാം. ഫർമാന് ജാമ്യം, മൊണാലിസ മൈനറെന്ന് സ്ഥാപിക്കാൻ മധ്യപ്രദേശ് സർക്കാർ ഗൂഢാലോചനയെന്ന് അഭിഭാഷകർ. ഇത് ഹൈക്കോടതിയിൽ പറയുന്ന വാദങ്ങളാണ്. അതോടൊപ്പം മൊണാലിസയും ഫർമാനും മധ്യപ്രദേശ് ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കം വ്യാജമായി മധ്യപ്രദേശ് സർക്കാരിലെ ചില ആൾക്കാർ ഗൂഢാലോചന വെച്ച് അതിനെ മാറ്റുകയാണെന്നുള്ളത്. കേരളത്തിൽ വെച്ച് വിവാഹിതയായ മൊണാലിസയെ തട്ടിക്കൊണ്ടുപോയതാണെന്നും വിവാഹം അസാധുവാണെന്നുമുള്ള പിതാവിന്റെ ആരോപണത്തെ തുടർന്ന് കേസിൽ മൊണാലിസയുടെ ഭർത്താവ് ഫർമാൻ ഖാന് കേരള ഹൈക്കോടതി ട്രാൻസിറ്റ് ജാമ്യം അനുവദിച്ചു. 1 മാസത്തേക്കാണ് ട്രാൻസിറ്റ് ജാമ്യം. ഈ മാസ കാലയളവിൽ ഫർമാനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവിട്ടു. ഫർമാന് മധ്യപ്രദേശ് ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിന് സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മൊണാലിസയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് പോലീസാണ് ഫർമാനെതിരെ കേസെടുത്തത്. ഈ കേസിൽ അറസ്റ്റിന് സാധ്യതയുള്ള സാഹചര്യത്തിൽ മൊണാലിസയും ഫർമാനും കേരള ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കുകയായിരുന്നു. മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ലെന്ന ആരോപണത്തെയും അവർ ഹർജിയിൽ എതിർത്തിരുന്നു. യഥാർത്ഥത്തിൽ അവരെ പുറകെ നടന്ന് വേട്ടയാടുകയാണ് എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ഈ ഹിന്ദു മുസ്ലിം കല്യാണത്തിന് അവർക്കുള്ള എതിർപ്പാണ് ഇതിലെ അടിസ്ഥാനമായ പ്രശ്നം. മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ലെന്ന് വരുത്തി തീർക്കാൻ മധ്യപ്രദേശ് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങൾ മൊത്തം ഗൂഢാലോചന നടത്തുന്നതായിട്ടും ഹർജിക്കാരുടെ അഭിഭാഷകർ വാദിച്ചു. പരാതിക്കാരിയുടെ അനുജന്റെ ജനന സർട്ടിഫിക്കറ്റിൽ തിരിമറി നടത്തി മൊണാലിസയുടേതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്ന് അവർ ചൂണ്ടിക്കാട്ടി. യഥാർത്ഥത്തിൽ ഇതാണ് വിഷയം. ആ മൊണാലിസയും ഫർമാനെയും സപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, മലയാളികൾക്കുണ്ട്. അവർ കേരളത്തിലുണ്ട്. ഞാൻ ഇതേപോലെ വീഡിയോ, അവരെ എനിക്ക് പരിചയം പോലും ഇല്ലായിരുന്നു, അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ മൊണാലിസയും ഫർമാനും കൂടെ എന്നെ വിളിച്ചതാണ്. ആരുടെയൊന്നും നമ്പർ എടുത്തിട്ട് അവർക്ക് എന്നാൽ കഴിയുന്ന വിധം സപ്പോർട്ട് ചെയ്യാൻ ചെയ്തു കൊടുത്തു. അതിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെങ്ങനെയാണ് ലവ് ജിഹാദ് ആവുന്നത്? ഒരു അമ്പലത്തിനകത്ത് വെച്ച് ഹിന്ദുവായ മൊണാലിസയും മുസ്ലിമായ ഫർമാനും കൂടി കല്യാണം കഴിച്ചു. അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു, മതം മാറണം തീരുമാനിക്കുന്നു, അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവരുടെ ലൈഫിൽ എങ്ങനെയാണ് ലവ് ജിഹാദൊക്കെ ആരോപിക്കുക? ചുമ്മാ എന്തെങ്കിലും വാദം ഉണ്ടാക്കി സമൂഹത്തിൽ വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാനുള്ള ചില ആൾക്കാരുടെ ശ്രമമാണ്. താൽക്കാലികമായിട്ടെങ്കിലും അവർക്കൊരു വിജയമാണ്, അത് സന്തോഷമാണ്. കൂടുതൽ അവർക്ക് വിജയം ഉണ്ടാകട്ടെ, നന്മയിലേക്ക് വരട്ടെ, നല്ലൊരു ജീവിതത്തിലൂടെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. അച്ഛനും അമ്മയും അവരുടെ ഈ പിണക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം മറന്ന് അവരെ അനുഗ്രഹിക്കാൻ കൂടെ തയ്യാറാകട്ടെ. അങ്ങനെയാണ് അതിൻ്റെ ഒരു നന്മ. അവിടുത്തെ ചില ഹാർഡ് ലൈനേഴ്സിൻ്റെ, അവിടുത്തെ ചില ഗോഡ്സേവാദികളുടെ സ്വാധീനത്തിൽപ്പെട്ടാണ് അച്ഛനും ഈ പരാതിയുമായിട്ടൊക്കെ പോരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ കലങ്ങി തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.